പ്രിയ പഠിതാക്കളെ, ഇസ്ലാമിക നാഗരികതയുടെ സവിശേഷതകളെക്കുറിച്ചാണല്ലോ നാം സംസാരിച്ചു വരുന്നത്. തുല്യതയെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച കാഴ്ചപ്പാട് ദൈവത്താൽ ആദരിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നതാണ്. വലഖദ് കറംന ബനി ആദം. മുഴുവൻ മനുഷ്യരും ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ എപ്പോഴോ തറവാട് വിഭജിച്ചു പോയ സഹോദരന്മാരായാണ് മുഴുവൻ മനുഷ്യരെയും നിങ്ങൾ കാണേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഈ ഒരു ആദരവ് നിലനിർത്താൻ, അത് തകർന്നു പോയിടങ്ങളിൽ അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇസ്ലാമിക നാഗരികതയുടെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പെയിനിൽ മുസ്ലിങ്ങൾ എത്തുന്ന സമയത്ത്, ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, വിസിഗോത്ത് രാജാക്കന്മാരുടെ പീഡന പർവമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആര് മോചിപ്പിക്കും ദൈവമേ തങ്ങളെ ഈ കഷ്ടപ്പാടിൽ നിന്ന് എന്ന് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മോചനത്തിൻ്റെ സന്ദേശവുമായി, മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും മനുഷ്യർ പരസ്പരം ആദരിക്കേണ്ടവരാണ് എന്നുള്ളൊരു സന്ദേശത്തിൻ്റെയും എന്നുള്ള ഒരു ആദർശത്തിൻ്റെയും സന്ദേശവുമായി ഇസ്ലാമിൻ്റെ വക്താക്കൾ അവിടെ എത്തുന്നത്. അതിനാൽ വിസിഗോത്ത് രാജാക്കന്മാർക്കെതിരിൽ താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ തദ്ദേശീയരായ ആളുകൾ സമരം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ സമൂഹം മറ്റൊരു ഉദാഹരണമാണ്. ലോകത്ത് തന്നെ അത്രയധികം ഉദാഹരണങ്ങളില്ലാത്ത അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായ ഒന്നാണ് ജാതീയത എന്നുള്ളത് നമുക്കറിയാം. ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വ്യത്യസ്ത ജാതികളാക്കിക്കൊണ്ട് പരസ്പരം ഇടപഴകാനോ ഒന്നിച്ചിരിക്കാനോ ഒന്നിച്ച് കാണാൻ പോലുമോ കഴിയാത്ത വിധമുള്ള ഒരവസ്ഥ നിലനിന്നിരുന്നിടത്തേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. അതിനാൽ സ്വാഭാവികമായും അതിനെ ഒരു വിമോചന സന്ദേശമായി ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി. ഹിരാക്ലിയസ് പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകൾ ധാരാളമായി തുടക്കഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇത് ഇടയാക്കി. ഇസ്ലാമിക നാഗരികതയുടെ മറ്റൊരു പ്രത്യേകത നീതിയെ സംബന്ധിച്ച ബോധമാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരാകണം. അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് നിങ്ങൾക്കെതിരിലോ നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരിലോ ഉള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ പാഠം. അതിനാൽ അരാജകത്വം നിലനിന്നിരുന്ന അറേബ്യൻ സമൂഹത്തിൽ, മക്കൻ സമൂഹത്തിൽ എപ്രകാരമാണോ പ്രവാചകൻ നീതി നടപ്പിലാക്കിയത്, അപ്രകാരം ഇസ്ലാം കടന്നു ചെന്ന മുഴുവൻ സ്ഥലങ്ങളിലും പലപ്പോഴും ഭരണാധികാരികളായ ആളുകളിൽ നിന്ന് മാനുഷികമായ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ നീതിയെ സംബന്ധിച്ച ഒരു ബോധം എപ്പോഴും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു അന്തർധാരയായി വർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ മൊത്തം മനുഷ്യരോടുള്ള ഒരു സ്നേഹം, അലിവ്, ആർദ്രത, ഇത് മുസ്ലിം നാഗരികതയുടെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും. മികച്ച ഉദാഹരണമാണ് സലാഹുദ്ദീൻ അയ്യൂബി, സലാദിൻ എന്ന് വെസ്റ്റേണേഴ്സ് വിളിക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം. 1187 മൂന്നാം കുരിശ് യുദ്ധത്തെ തുടർന്ന് ജെറുസലേം കീഴടക്കാൻ എത്തുകയാണ് സലാഹുദ്ദീൻ. അതിനു മുമ്പ് 1099 ഒന്നാം കുരിശ് യുദ്ധകാലത്ത് ജെറുസലേം പടിഞ്ഞാറ് നിന്ന് വന്ന ക്രിസ്ത്യാനികളായ ആളുകൾ പിടിച്ചെടുത്തിരുന്നു. അന്ന് അതിഭീകരമായ കൂട്ടക്കൊലയാണ് നടന്നത്. 25,000-ഓളം ആളുകൾ 2 ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത്, കുറച്ച് അതിശയോക്തി കലർത്തിയവർ പറയുന്നത്, മുട്ടോളം ഉയരത്തിൽ തന്നെ രക്തം തളം കെട്ടി നിന്നിരുന്നു. ശവങ്ങൾ നാറിയിട്ട് അവിടേക്ക് ദിവസങ്ങളോളം കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം തിരിച്ചു പിടിക്കാൻ വരുന്ന സലാദീൻ 80-ൽ പരം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം വരുമ്പോൾ, തങ്ങൾ എന്താണോ സലാഹുദ്ദീനോട് 1099 ചെയ്തത് അതുതന്നെയായിരിക്കും സലാഹുദ്ദീൻ തങ്ങളോട് ചെയ്യുക എന്ന് വിചാരിച്ച് അവർ കോട്ടവാതിലടച്ചു. അവർ ഉള്ളിലുള്ള സ്ത്രീകളുടെ മുടിയും മുലയുമൊക്കെ മുറിച്ച് കളഞ്ഞു, സ്ത്രീകളാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ. പക്ഷേ കോട്ടവാതിൽ തുറന്നു വന്ന സലാഹുദ്ദീൻ അവരോട് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വാചകമാണ്.
ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്ക് മേൽ യാതൊരു പ്രതികാരവുമില്ല. അത്ഭുതം കൂറി അവർ. അവിടെ ഉണ്ടായിരുന്ന മതനേതൃത്വത്തെ, രാഷ്ട്രീയ നേതൃത്വത്തെ അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങളോടൊക്കെ കൂടി പോകാൻ, തിരിച്ചു പോകാൻ, സുരക്ഷിതരായി പോകാൻ അനുവദിക്കുകയാണ് സലാഹുദ്ദീൻ ചെയ്യുന്നത്. സലാഹുദ്ദീൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സലാഹുദ്ദീൻ അത് അനുവദിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് എത്ര കമ്പാഷനായിട്ടായ ഒരു സമീപനമാണ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ പോലും മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുല്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ്റെ അനുയായികളായിരുന്ന ബിലാൽ, സൽമാൻ, സെയ്ദ് ബിൻ ഹാരിസ, ഇത്തരം ആളുകളൊക്കെ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകളായിരുന്നില്ല. ചിലർ അടിമകളായിരുന്നു, ചിലർ അന്യനാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ യാതൊരു വേരുകളുമില്ലാത്തതിനാൽ തന്നെ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകളായിരുന്നു. താരിഖ് ബിൻ സിയാദിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇത് കാണാൻ കഴിയും. ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു അടിമ സ്ത്രീയിലുണ്ടായ ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, രാജാക്കന്മാരായ ആളുകൾ അടിമകളായ ആളുകളെ വിവാഹം കഴിച്ച് അവരിലുണ്ടായ കുട്ടികൾ തന്നെ രാജപരമ്പരയായി വളർന്നതിനെ തുടർന്നാണ് ഡൽഹിയും കെയ്റോവുമൊക്കെ തലസ്ഥാനമാക്കിക്കൊണ്ട് അടിമരാജവംശം എന്ന പേരിൽ മംലൂക്കുകൾ ഭരണത്തിലെത്തുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രത്യേകത ഇസ്ലാമിക നാഗരികതയുടേത് പ്ലൂരലിസത്തോടുള്ള, ബഹുസ്വരതയോടുള്ള അതിൻ്റെ ആദരവാണ്. നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ മദീനയിൽ നിന്ന് പ്രവാചകൻ കാണിച്ചു തുടങ്ങിയതാണ് ആ മാതൃക. അത് പിന്നീട് സ്പെയിനിലെത്തുന്ന സമയത്ത് സ്പെയിനിലെ ലാ കോൺവിവൻഷ്യ എന്ന് പ്രസിദ്ധമായ അവിടുത്തെ ഒരു ബഹുസ്വരതാ സമീപനമുണ്ട് മുസ്ലിം ഭരണകൂടങ്ങളുടെ. എല്ലാ ആളുകൾക്കും തങ്ങളുടെ വിശ്വാസ പരിസരം ഏതോ ആകട്ടെ ഒന്നിച്ച് സമൂഹത്തോടൊപ്പം പുരോഗതി പ്രാപിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കിയതായിരുന്നു ലാ കോൺവിവൻഷ്യയുടെ പ്രത്യേകത. ഒട്ടോമൻ ഈറയുടെ കാലത്ത്, ഉസ്മാനിയ ഖലീഫമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു മില്ലത്ത് സങ്കല്പം എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത സെഗ്മെൻറ്റുകൾ ഒന്നിച്ച് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ ആയിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് മറ്റൊരു ഉദാഹരണമാണ്. രാഷ്ട്രീയപരമായ നേതൃത്വം, ഭരണപരമായ നേതൃത്വം മുസ്ലിങ്ങൾക്ക് ആയ സമയത്ത് തന്നെ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ സാമ്പത്തികമായും സാമൂഹ്യമായും പുരോഗതി പ്രാപിക്കുന്നതിന് വേണ്ട സാഹചര്യം അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു ബഹുസ്വരതയോടുള്ള ആദരവിനെ തുടർന്നാണ് എന്നുള്ളത് അറിയാൻ കഴിയും. മുസ്ലിങ്ങൾ ബാഗ്ദാദ് പിടിച്ചടക്കിയതിന് ശേഷവും പല ക്രിസ്ത്യൻ പാട്രിയാർക്കുകളുടെയും കേന്ദ്രമായി ബാഗ്ദാദും സിറിയൻ പ്രദേശങ്ങളും നിലകൊണ്ടു എന്നുള്ളത് മുസ്ലിം സമൂഹം ബഹുസ്വരതയോട് കാണിച്ച ആദരവിൻ്റെ നിദർശനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.